ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കനില്ല മുട്ടയില്ല എന്ന് വെച്ചിട്ട് ആരും നൂഡിൽസും മക്രോണിയൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട. ചിക്കൻ്റെയും അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ട്രിക്കും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സൂര്യാൻ്റെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഇതിലേക്ക് മുങ്ങും പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഇതിൽ മുങ്ങും പാകത്തിന് എടുക്കണം. ഞാനിപ്പോൾ 1/2 kg ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ നൂഡിൽസ് ഉണ്ടാക്കുമ്പം ചെയ്യും പോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുമ്പം നന്നായിട്ട് ഒട്ടിയിട്ട് വരില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പെപ്പർ പൗഡറാണ്, അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സൈസിലുള്ള ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കവും കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് 1/2 kg നൂഡിൽസിൻ്റെ പാക്കിൽ കിട്ടുന്ന നൂഡിൽസ് മസാല പൗഡറാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും വേണം കേട്ടോ. പിന്നെ നമ്മൾ ഈ നൂഡിൽസിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മാഗി ക്യൂബിലും അതുപോലെ ഈ മസാല പൗഡറിലും ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നൂഡിൽസ് വേവിക്കുമ്പം ചേർത്ത് കൊടുത്ത ഉപ്പ് മാത്രമാണ്. പിന്നെ ഇനി ഡാർക്ക് സോയ സോസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി മാറ്റി വെക്കാം. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിപ്പയിലേക്ക് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഞാൻ നൂഡിൽസിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ എന്താ പറയുക ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ പാൻ എടുത്തിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായിട്ട് വരുമ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ എന്ന് വെച്ചാൽ ഒരു 5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത് തന്നെയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ചിക്കനില്ല മുട്ടയില്ല എന്ന് വെച്ചിട്ട് മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനും മുട്ടയൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് 1 or 2 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചിക്കൻ ഇല്ലയെന്ന് വെച്ചിട്ട് എന്താ പറയുക ടെൻഷനും വേണ്ട. മാഗി ക്യൂബ് 2 ഇട്ട് കൊടുത്താൽ ചിക്കൻ്റെ അതേ ഫ്ലേവറിൽ തന്നെ മക്രോണി ഉണ്ടാക്കിയെടുക്കാം, നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം, എന്ത് എണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിൽ തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എരിവിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മുടെ നൂഡിൽസിൻ്റെ
പാക്കിങ്ങിലുണ്ടാകുന്ന നൂഡിൽസിൻ്റെ മസാല പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മാഗി ക്യൂബിൻ്റെയും ഇതിലുള്ള ഉപ്പിൻ്റെയും ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു നൂഡിൽസിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഉപ്പ് ചേർത്ത് കൊടുക്കാത്തതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഈ മസാല പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈറ്റ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ എന്താ പറയുക നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മുട്ടയില്ല, ചിക്കനില്ല എന്ന് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ടേസ്റ്റ് ഇല്ലാതൊന്നും വരില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയും ഫ്ലേവറൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനില്ല മുട്ടയില്ല എന്ന് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കാതിരിക്കണ്ട. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.